ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഒരു ചെറുകഥയാക്കട്ടെ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുമല്ലോ. മാത്രമല്ല ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യുമല്ലോ. ആത്മബോധം തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. സ്വയം ആരെന്നു പോലും മറന്നു പോയിരിക്കുന്നു. ശരീരം മുഴുവൻ മരവിച്ചിങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായെന്നും എവിടെയാണെന്നും നിശ്ചയമില്ല. ആത്മബോധം മാത്രമല്ല സ്ഥലകാലബോധവും നഷ്ടമായിരിക്കുന്നു. അടഞ്ഞ കൺപോളകൾക്കുള്ളിൽ കിടന്ന നേത്രഗോളങ്ങൾ അല്പം വെളിച്ചത്തിനായി വെമ്പൽ കൊള്ളുന്നു. കൺപോളകൾക്ക് ഭാരം വെച്ചിരിക്കുന്നു. എത്ര ശ്രമിച്ചിട്ടും തുറക്കാനേ കഴിയുന്നില്ല. പിന്നെയും എത്ര നേരം കഴിഞ്ഞെന്നറിയില്ല. കൺപോളകൾക്ക് ഭാരം കുറയുന്ന പോലെ തോന്നിയപ്പോൾ ഒന്നുകൂടി ശ്രമിച്ചു നോക്കി. ഹാവു, കുറേശ്ശെ തുറക്കാൻ കഴിയുന്നുണ്ട്, ഭാഗ്യം. പ്രകാശം പതിച്ചപ്പോൾ നേത്രഗോളങ്ങൾ ഒരുവേള പരിഭ്രമിച്ചു പോയി. അരുതാത്തത് സംഭവിച്ച പോലെ. സാവധാനം പൊരുത്തപ്പെട്ടപ്പോൾ മുന്നിൽ തെളിഞ്ഞത് ഭയപ്പെടുത്തുന്ന ശൂന്യത. മൂടൽമഞ്ഞ് അനന്തമായി പരന്നുകിടക്കുന്നു. താനെവിടെയാണെന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചു നോക്കി. കഴിയുന്നില്ല. ഒന്നെഴുന്നേൽക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ തന്റെ ഇച്ഛകൾക്കനുസരിച്ച് ശരീരം വഴങ്ങുന്നില്ല. നിസ്സഹായതയും ഏകാന്തതയും ചേതനയെ വരിഞ്ഞു മുറുക്കുന്നു. ഒന്നലറി വിളക്കാൻ തോന്നി. അതിനും കഴിയുന്നില്ലല്ലോ. സ്വത്വബോധം വീണ്ടെടുക്കാൻ കൂടെ കൂടെ മനസ്സിനോട് ഞാനാര് എന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. എഴുന്നേൽക്കണം, പക്ഷെ മരവിപ്പ് മാറിയിട്ടില്ല. എന്നാലും ശ്രമിച്ചു നോക്കി. കൈകാലുകൾ ചലിപ്പിക്കാൻ കഴിയുമോ? ആദ്യ ശ്രമം പരാജയപ്പെട്ടെങ്കിലും അടുത്ത ശ്രമത്തിൽ വിരലുകൾ അനങ്ങുന്നതായി തോന്നി. പ്രതീക്ഷയുടെ പൊൻകിരണം ഒന്നുകൂടി മനസ്സിലായി. കാതടച്ച മൂക്കയായിരുന്നു ഇതുവരെ. എന്നാൽ ഇപ്പോൾ അവ്യക്തമായി എന്തോ കേൾക്കുന്നില്ലേ? കാതുകളിൽ ശ്രദ്ധ ചെലുത്തി വ്യക്തത വരുത്തി. ഓവ്വ്, ആരുടെയോ കാലൊച്ച. അതടുത്തടുത്തു വരുന്നതുപോലെ. ഇപ്പോൾ കൂടുതൽ വ്യക്തമായി കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു. ജിജ്ഞാസയും ആശങ്കയും മനസ്സിനെ മതിക്കുന്നു. ആരായിരിക്കും വിജനമെന്ന് ഞാൻ കരുതിയ ഈയിടത്തിൽ. ആരായാലും അടുത്തെത്തുന്നതിനു മുമ്പ് എഴുന്നേൽക്കണം, നിവർന്നു നിൽക്കണം. തലയുയർത്തി ശേഷിച്ച സർവ്വശക്തിയുമെടുത്ത് കൈകളിലൂന്നി എഴുന്നേൽക്കാനൊരു ശ്രമം നടത്തി. പക്ഷേ തോറ്റുപോയി. നിരാശയും നിസ്സഹായാവസ്ഥയും ചേർന്നൊരു വല്ലാത്ത മാനസികാവസ്ഥ. പിന്നെയൊരു അല്ലിവിളിയായിരുന്നു. ദിഗന്തങ്ങൾ വിറപ്പിക്കാൻ പോന്ന ശക്തിയുണ്ടായിരുന്നു അതിനെന്ന് തോന്നി. ശരീരത്തിൽ പൊടുന്നനെ ഒരു ഊർജ്ജപ്രവാഹം അനുഭവപ്പെട്ട പോലെ. മനസ്സ് മന്ത്രിച്ചു. ഉത്തയിഷ്ട കൂട്ടുകാരെ, കഥ ഇതുവരെ കേട്ടില്ലേ? നോക്കാം അദ്ദേഹത്തിന് എഴുന്നേൽക്കാൻ കഴിയുമോ എന്ന്. ബാക്കി ഭാഗം കൂടി കേട്ടു നോക്കാം. ഇതാണവസരം. സമയം പോകുന്തോറും അവശത കൂട്ടും, ആത്മബലം കുറയും. എല്ലാ ശക്തിയും കൈകളിലേക്ക് ആവാഹിച്ച് നിമിഷമാത്രയിൽ ഒരു ശ്രമം കൂടി. പിന്നെ ഒരു അല്ലിവിളിയല്ല, ഇത്തവണ വിജയത്തിന്റെ സിംഹഗർജനമായിരുന്നു അത്. ആടിയുലഞ്ഞെങ്കിലും പ്രയാസപ്പെട്ട് നിവർന്നു നിന്നു. കുനിഞ്ഞ ശിരസുമായി നിൽക്കുമ്പോൾ കണ്ടു കഴുത്തോളം ശരീരത്തെ മൂടൽമഞ്ഞ് ഗ്രഹിച്ചിരിക്കുന്നു. തലക്കുടഞ്ഞു നേരെ നോക്കി. ഒരാൾ രൂപം മുന്നിൽ നിൽക്കുന്നു. ആരാണത്? സൂക്ഷിച്ചു നോക്കി. അതെ, അത് ഞാനാണല്ലോ. അമ്പരപ്പാണ് തോന്നിയത്. അപ്പോൾ ഈ ഞാനോ? ഇതും ഞാൻ തന്നെ. നേരെ നിൽക്കുന്ന രൂപം പരിഹാസരൂപേണ ചിരിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങി. അബലൻ, നിസ്സഹായൻ, വിറയ്ക്കുന്നത് കണ്ടില്ലേ? എല്ലാം നേടിയെന്ന് മേനിനടിച്ച അഹങ്കാരി. സുഖഭോഗകാമനകൾ മരത്തിൽ ഇത്തിൽക്കണ്ണി പോലെ നിന്നിൽ പടർന്നു പിടിച്ചിരിക്കുന്നു. അലങ്കാരമല്ല, മറിച്ച് അത് നിന്നെ ദുർബലനാക്കുകയാണ്. എവിടെ നിന്റെ ആഡംബരങ്ങൾ? പുത്രകളത്രാദികൾ എവിടെ? ആർത്തിപൂണ്ട് വെട്ടിപ്പിടിച്ച സമ്പാദ്യങ്ങൾ എവിടെ? തിലകക്കുറിയായി കൊണ്ടുനടന്ന പേരെവിടെ? പെരുമയെവിടെ? എന്നെ കണ്ടോ? ഞാൻ നിന്റെ ആത്മാവ്. എന്നിൽ ഒന്നിന്റെയും കറപുരണ്ടിട്ടില്ല. നീ വെറും ദേഹി. എല്ലാ കർമ്മങ്ങളുടെയും പാപപുണ്യങ്ങൾ പേരാൻ വിധിക്കപ്പെട്ട വെറും ജീർണവസ്തു. അതെ, ഞാൻ നിന്നിലില്ലെങ്കിൽ നിമിഷമാത്രയിൽ നീ വെറും ജീർണജഡം. ഞാൻ എന്റെ ശരീരത്തിലേക്കൊന്നു നോക്കി. ആ വാക്കുകൾ എന്നെ തീർത്തും നഗ്നനാക്കിയിരിക്കുന്നു എന്ന് മനസ്സിലായി. കഴുത്തോളം മൂടപ്പെട്ട, ശരീരം മരവിപ്പിച്ച മൂടൽമഞ്ഞ് എന്റെ നഗ്നതയെ മറയ്ക്കാനുണ്ടായത് ഒരനുഗ്രഹമായി തോന്നി. അധികം വിസ്തൃതിയില്ലാത്ത വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു മണൽട്ടയിലാണ് നിൽക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞു. മുന്നിൽ അസംഖ്യം രൂപങ്ങൾ വളരെ താഴെയല്ലാതെ ഒഴുകിനടക്കുന്നു. ആത്മാക്കളുടെ താഴ്വരയോ എന്ന് തോന്നിപ്പോകും. പിന്നിലേക്കൊന്നു നോക്കി. നിൽക്കുന്നിടം മുതൽ വളരെ വളരെ താഴെ ഒരു ചെറുബിന്ദുവിൽ അവസാനിക്കുന്ന ഒരു പാത. ഇടത്തും വലത്തും എന്തെന്ന് നോക്കുന്നതിനു മുൻപേ പൊടുന്നനെ നിൽക്കുന്ന മണൽട്ടയിടിഞ്ഞു താഴെ കണ്ട ആ ചെറുബിന്ദുവിൽ എത്തുംവിധം ഞാൻ ഉരുണ്ടു പോയിക്കൊണ്ടിരുന്നു. ഒരു നിലവിളി ഉയർന്നുവോ? നിദ്രയിൽ നിന്നുണർന്ന ഞാൻ ജാൾറായോടെ ചുറ്റും നോക്കി. കണ്ടത് സ്വപ്നമായിരുന്നോ? സ്ഥലകാലം തിരിച്ചറിഞ്ഞു. സമയം നോക്കി. ഉച്ചമയക്കത്തിലായിരുന്നു എന്ന് മനസ്സിലായി. പക്ഷേ അപ്പോഴും ഭയം പൂർണ്ണമായി വിട്ടൊഴിഞ്ഞിരുന്നില്ല. പുറത്ത് മഴ പെയ്തുകൊണ്ടിരുന്നു. സുഖമുള്ള അന്തരീക്ഷം. അടുത്തു കിടന്നിരുന്ന പുതപ്പ് ശരീരത്തിലേക്ക് വാരിയിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ വീണ്ടും ചുരുണ്ടുകൂടി കിടക്കുവാൻ തയ്യാറെടുക്കുമ്പോൾ ആകാശവാണിയിലൂടെ ചിന്തോദ്ദീപകമായ ഒരു പഴയ ഗാനശകലം ഒഴുകിയെത്തുന്നുണ്ടായിരുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും തണലത്തു നിൽക്കുമ്പോൾ താനെ മറക്കും. നിൻ നിഴൽ കൊണ്ട് നീ നിന്നെ മറക്കും. ആദിയിലേക്ക് നീ അറിയാതൊഴുകും.